ഹലോ എവരിവൺ. സോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ലാസ്റ്റ് വീക്കിലെ കുറച്ച് ഹോട്ട് വീൽസ് കളക്ഷൻസാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഞാൻ മേടിച്ചിട്ടുള്ള കുറച്ച് ഹോട്ട് വീൽസ് ആണ്. ഇതൊക്കെ ഞാൻ അൺകാർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പക്ഷേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പാക്കറ്റിൽ എങ്ങനെയാണെന്നുള്ളത്. സോ ഈ പാക്കറ്റ് ഞാൻ കളയാറില്ല, സോ ഐ ഓൾവേസ് കീപ് ദം. സോ നമുക്കിവിടെ ആദ്യം കാണാൻ പറ്റുക പോണ്ടിയാക്ക് നാസ്ഡാക്ക് കസ്റ്റം എന്ന സാധനമാണ്. റിയലി ഗുഡ് മോഡൽ. ഇതിൻ്റെ ഭയങ്കര അഗ്ലി ആണെന്നൊക്കെ ഈ വണ്ടിയെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ലുക്സ് റിയലി കൂൾ. ഇതിൻ്റെ ഡിസൈനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. റിയലായിട്ടും അത്യാവശ്യം രസമൊക്കെയുള്ള ഒരു ഡിസൈനാണ്. എനിക്കിവിടെ ബ്രേക്കിംഗ് ബാഡിൽ പുള്ളി ഉപയോഗിക്കുന്ന വണ്ടി ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. സോ എനിവേ നമുക്കിവിടെ നല്ല വീൽസ് വരുന്നുണ്ട്. അടിയിൽ നമുക്ക് ഡീറ്റെയിൽസോ കാര്യമൊന്നുമില്ല. നമുക്കിവിടെ ഒരു റിയർ സ്പ്ലിറ്റേഴ്സ് അല്ല, ഇതിൻ്റെ ഡിഫ്യൂസേഴ്സ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ബാക്കിൽ വലിയ ഡീറ്റെയിൽ ഇല്ല. ഫ്രണ്ടിൽ അത്യാവശ്യം ഡീറ്റെയിൽഡ് ആണ്. ഇൻറ്റീരിയർ അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതും നല്ലൊരു രസമാണ് നമുക്കിത് കാണുമ്പോഴത്തേക്കും. പിന്നെ നമുക്ക് ഇവിടെ സ്റ്റൈൽ ഡിസൈൻസ് യോക്കോഹോമ അങ്ങനെ കുറേ ബ്രാൻഡിങ് കേനൻ സ്പാർക്ക് എന്നൊക്കെ പറഞ്ഞ് നല്ല രസമുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. യെസ്, അപ്പോൾ ഇതൊരു നല്ലൊരു കാസ്റ്റിംഗ് ആണ്. വെയിറ്റ് അത്യാവശ്യമുണ്ട്, കുഴപ്പമില്ല. അടുത്ത് നമുക്ക് വരുന്നത് ഇതാണ് നമ്മുടെ സ്റ്റുഡ് ബേക്കർ ചാമ്പിൻ്റെ വെർഷനാണ്. ഇതിൻ്റെ വൈറ്റ് ഉണ്ടായിരുന്നു, എനിക്കത് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല, ആദ്യം എടുക്കാതെ ഇരുന്നതാണ്. രണ്ടാമത് വന്ന കേസിലാണ് ഈ ഒരു ബ്രൗൺ കളർ കണ്ടത്. റിയലി ഗുഡ്. മാത്രമല്ല അത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാസ്റ്റിംഗ് ആണ്. ഇത് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ബട്ട് സ്റ്റിൽ നൗ ഐ റിയലി ലവ് ദിസ്. നല്ല അടിപൊളി വീല് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ലുക്ക് ലൈക്ക് എ കസ്റ്റം ബിൽഡ്. പിന്നെ നമുക്ക് അടിയിൽ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. നമുക്ക് ഇവിടെ ട്രാൻസ്ഫർ കേസും കാര്യങ്ങളും എല്ലാം തന്നെ കാണാൻ പറ്റും. പിന്നെ ബാക്കിൽ നമുക്കിവിടെ പിക്കപ്പ് കണക്ക് ബ്ലാങ്ക് ലൈക്ക് ക്ലോസ് ചെയ്തിട്ടായിരിക്കും. നമുക്ക് ആ ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ടൊന്നും കാണുന്നില്ല. നമുക്കിവിടെ ഓപ്പൺ ഗ്ലാസ്സാണ് വരുന്നത്. നമുക്ക് ഇന്റീരിയർ അതിനകത്തൂടെ കാണാം. ബക്കറ്റ് സീറ്റ് കണക്കെ ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ് ലുക്സ് റിയലി ഗുഡ്. ഫ്രണ്ടിൽ നിന്നും കാണാനെല്ലാം കൊള്ളാം. മാത്രമല്ല നമുക്ക് വൈറ്റിൽ നമുക്ക് ഈ ഡീറ്റെയിൽ ഒന്നും അറിയാൻ പറ്റില്ല. ഈ ബ്രൗണിലാണ് നമുക്കിത് അറിയാനായിട്ട് പറ്റുന്നത്. സോ അതുകൊണ്ടാണ് ഇത് ഞാൻ പിക്ക് ചെയ്തത്. ഇറ്റ്സ് എ റിയലി ഗുഡ് വൺ. അടുത്തിരിക്കുന്ന നമ്മളെ ഫോർഡ് സേറ കോസ്വർത്ത് ആണ്. അതായത് കോസ്വർത്തിൻ്റെ എഞ്ചിനായിരിക്കും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു ലൈക്ക് ഇതിന് റിയൽ കാർ ഒരു കോസ്വർത്തിൻ്റെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഇത് നമുക്ക് നല്ല കാസ്റ്റിംഗ് ആണ്. ഇപ്പോൾ അത്യാവശ്യം ഹെവിയാണ്. ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ കാര്യമായിട്ടൊന്നുമില്ല. നമുക്ക് ചെറിയൊരു ഇതൊക്കെ കാണാം. പിന്നെ ഈ ഒരു കോപ്പർ ആ ഒരു ഫിനിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിക്ക് ചെയ്തതാണ്. ഇതിൻ്റെ തന്നെ നമുക്കൊരു സുപ്രയും നമുക്ക് കിട്ടും. അതായത് MK5 സുപ്ര നമുക്ക് കാണാനായിട്ട് പറ്റും. അതും നല്ല കാസ്റ്റിംഗ് ആണ്. ഇതിൽ നമുക്ക് ക്ലിയർ ഗ്ലാസ്സസ് വരുന്നത്. നമുക്ക് ഇന്റീരിയർ ബാക്ക് സീറ്റും എല്ലാം തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന്. സോ ഇറ്റ്സ് എ റിയലി ഗുഡ് കാസ്റ്റിംഗ്. നമുക്ക് ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ നമുക്ക് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത്. അതും നല്ലൊരു ടച്ചാണ്. ഫീൽസ് കുഴപ്പമില്ല. വണ്ടിയായിട്ട് ചേരുന്നുണ്ട്. ആ ഗോൾഡ് ഫിനിഷ് ആയിട്ടൊക്കെ. ഗ്രീൻ പെയിന്റ് സ്കീമും അടിപൊളിയാണ്. അടുത്ത് നമുക്ക് വരുന്നത് ഗ്രീൻവുഡ് കോർബറ്റ് എന്നാണ്. ഇത് ഒരു കസ്റ്റം ആണെന്ന് എനിക്ക് തോന്നുന്നു. മോഡിഫൈഡ് വെർഷനാണ്. ഇതിൻ്റെ അല്ലാത്തൊരു സ്റ്റാൻഡേർഡ് വെർഷൻ എൻ്റെ അടുത്തുണ്ട്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ലുക്ക് റിയലി കൂൾ. ഇത് അതിനെക്കാട്ടിയും രസമുണ്ട് കാണാനായിട്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ആ ഒരു ബോഡി സ്ട്രക്ചറാണ്. നമുക്ക് ടോപ്പിൽ നിന്ന് കാണുമ്പോഴത്തേക്കും ഒരു രസമുണ്ട്. ഇവിടെ നമുക്കൊരു വൈറ്റ് ബോഡി ബാക്കും ഫ്രണ്ടും ഒക്കെ വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് എടുത്തറിയാൻ പറ്റും. കാരണം നമുക്ക് രണ്ട് സൈഡിലും ഈ ലെൻസൊക്കെ നല്ലതായിട്ട് തള്ളിയാണ് നിൽക്കുന്നത്. മാത്രമല്ല നമുക്ക് ടൈൽ ലൈറ്റ്സ്, അതുപോലെ ലൈസൻസ് പ്ലേറ്റിൻ്റെ ഒരു ഹോൾഡർ കണക്ക് ഒരു ഡിസൈൻ കാണാൻ പറ്റും. അതിൻ്റെ അടിയിലാണെങ്കിൽ നമുക്ക് നല്ലപോലെ ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മുടെ എഞ്ചിനിൽ നിന്ന് ഹെഡേഴ്സ് ഒന്ന് പുറത്തേക്ക് എക്സിറ്റ് ചെയ്യുന്ന ആ രണ്ട് ടിപ്സും കാര്യങ്ങളും കാണാം. വീൽസ് അടിപൊളിയാണ്. പിന്നെ നമുക്ക് സൈഡിൽ ഗ്രാഫിക്സ്, ആ നമ്പർ, പിന്നെ ഗുഡിയർ സ്റ്റാൻഡ് ഒരു ഇതൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്നും കാണാൻ ഭയങ്കര രസമാണ്. നമുക്കിവിടെ ഹെഡ്ലൈറ്റ്സിൻ്റെ പോർഷനിൽ നമുക്ക് രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് വരുന്നത്. സോ ഇറ്റ്സ് എ റിയലി ഗുഡ് വൺ. ഇതും അത്യാവശ്യം വെയിറ്റും കാര്യമൊക്കെ ഉള്ള ഒരു നല്ലൊരു മോഡലാണ്. ഇതിനടുത്ത് ഇരിക്കുന്ന നമ്മുടെ മെക്ലാറിൻ്റെ സോളസ് GT എന്ന് പറഞ്ഞ സാധനമാണ്. ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നൊരു ഹൈപ്പർ കാർ ആണ് ഇത് മെക്ലാറിൻ്റെ സൈഡിൽ നിന്ന്. പക്ഷെ ഇതിൻ്റെ ലൈക്ക് നമ്മൾ ആ കാറിനകത്ത് ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. കയ്യിൽ എടുത്തിട്ട് എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. പേഴ്സണലി എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഞാനത് പിക്ക് ചെയ്തൊന്നുമില്ല, കാരണം അത് ലേറ്റസ്റ്റ് വെർഷൻ ആയതുകൊണ്ട്. ആൻഡ് സ്റ്റിൽ ഇറ്റ് ലുക്സ് കൂൾ ഫ്രം എ ഡിസ്റ്റൻസ്. പക്ഷെ നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഒരു ഫിനിഷിൻ്റെ ഒരു പ്രശ്നം എനിക്ക് ഇവിടെ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് പെയിൻറ്റിൻ്റെ, പ്രത്യേകിച്ച് ഈ ഒരു യൂണിറ്റിൻ്റെ ആയിരിക്കാം ആ പ്രശ്നം. പക്ഷെ ബാക്കിലൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആണ് കേട്ടോ. നമുക്ക് എക്സോസ്റ്റ് സ്റ്റിപ്പും നമ്മുടെ സ്പോയിലേഴ്സും എല്ലാം തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോറി, ഡിഫ്യൂസേഴ്സും എല്ലാം തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല രസമുണ്ട് ഈ പെയിൻറ്റ് സ്കീമൊക്കെ. എന്നാലും എന്തോ ഒരു നമ്മൾ ഹോട്ട് വീൽസിൽ നമ്മൾ പൊതുവെ കാണുന്ന ഒരു ഫിനിഷ് എനിക്കിതിൽ ഫീൽ ചെയ്തില്ല. പക്ഷെ വെയിറ്റ് ഒക്കെ ഉള്ളൊരു നല്ലൊരു കാസ്റ്റിംഗ് ആണ്. അടുത്ത് വന്നിരിക്കുന്ന ഈ രണ്ട് ട്രക്കാണ്. ഒന്ന് നമ്മുടെ ജീപ്പിൻ്റെ FC എന്ന് പറഞ്ഞിട്ട് ഈ ട്രക്കാണ്. നല്ല രസമുണ്ട്. ഇത് ആക്ച്വലി കാണാൻ ഭയങ്കര രസമാണ്. പക്ഷെ ഇതിൻ്റെ ഒരു വേറൊരു കളറുണ്ട്, അതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഈ റെഡും ആക്ച്വലി നല്ലതാണ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. അത്യാവശ്യം വെയിറ്റും കാര്യമൊക്കെ ഉണ്ട്. ഫ്രണ്ട് നല്ല ഡീറ്റെയിലാണ്. നമുക്ക് ഇന്റീരിയർ ക്ലിയർ ഗ്ലാസ് ഉണ്ട്. ആ ഇന്റീരിയർ കാണാൻ ഭയങ്കര രസമുണ്ട്. ടോപ്പിൽ നമുക്ക് ഈ ലൈറ്റും പിന്നെ ആ ചെറിയൊരു വെൻ്റ് കണക്ക് കാണുന്നുണ്ട്. ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പെയർ വീലും നമ്മുടെ എഞ്ചിനും ഒക്കെ ഇരിക്കുന്ന കാണാം. പിന്നെ വീൽസും നല്ലതാണ്. അടിയിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് ഈ ഒരു ചെറിയൊരു പ്രൊജക്ഷൻസും കാര്യങ്ങളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതും നല്ലൊരു കാസ്റ്റിംഗ് ആണ്. പിന്നെ ഈ യൂണിമോഗാണ്.
പിന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ അടിപൊളിയാണ്, പക്ഷേ കയ്യിലെടുക്കുമ്പോഴത്തേക്ക് വണ്ടിക്ക് ഇച്ചിരി വെയിറ്റ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര ചീപ്പായിട്ടൊരു ഫീൽ വരുന്നുണ്ട്. പക്ഷേ നല്ല കാസ്റ്റിംഗ് ആണ്. ഈ പെയിൻറ്റ് സ്കീം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വേറെയും കുറച്ച് കളർ കണ്ടായിരുന്നു, പക്ഷേ ഐ തിങ്ക് ദിസ് കളർ ലുക്സ് ബെറ്റർ. കാരണം ഒരു ആർമി ഗ്രീൻ അത് കണക്കൊക്കെ ഉണ്ട് അതുകൊണ്ട്. പക്ഷേ ഈ വീൽസിൻ്റെ കളറാണ് എനിക്ക് ഇച്ചിരി ഡിസപ്പോയിൻറ്റിങ്. ബ്ലാക്ക് ആയിരുന്ന കളറാണെന്ന് തോന്നുന്നുണ്ട്. സോ ഇതൊരു മഡ് കളർ ടയറാണ് വരുന്നത്. ബാക്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ഉണ്ട്. നമുക്കിവിടെ ടൂൾ ബോക്സ് കണക്ക് കാണാം. എഞ്ചിൻ്റെ പോർഷൻ ആയിരിക്കണം ഇത്. നമുക്കൊരു എക്സോസ്റ്റ് കാണുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട്. പിന്നെ നമുക്കൊരു സ്പെയർ വീൽസ് കണക്ക് രണ്ട് ഡിസൈനൊക്കെ വരുന്നുണ്ട്. ഇറ്റ്സ് എ റിയലി ഗുഡ് വൺ. കാണാനൊക്കെ അടിപൊളിയാണ്. ഓക്കെ, ഇതിൻ്റെ കേസിങ് ആക്ച്വലി ഇതിൻ്റെ പുറത്തുള്ള ആ കേസ് എനിക്ക് ലൈക്ക് നശിച്ചു പോയി. മഴയത്താണ് മേടിച്ചുകൊണ്ട് വന്നത്, അപ്പോൾ അത് കംപ്ലീറ്റ് നനഞ്ഞ് നശിച്ചു പോവുക ചെയ്ത്. സോ ഈ കാർ പക്ഷേ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹോട്ട് വീൽസിൻ്റെ കസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് വരുന്ന സാധനമാണിത്. അതിൻ്റെ ഫ്രണ്ടിലത്തെ ഡീറ്റെയിൽസ് ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഹെഡ് ലൈറ്റ്സ്, അതിൻ്റെ വെൻസ്, ഇവിടെ നമുക്ക് ആ ഇൻ്റർകൂളർ, ഇവിടെ കൂടെ ഒരു ലൈൻ പോകുന്ന കാണാൻ പറ്റും, ലൈറ്റ്സ് അഡീഷണൽ, ആ എഞ്ചിൻ്റെ ആ ഒരു ഹുഡിലെ പ്രൊജക്ഷൻ. സോ ലൈക്ക് നിങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മോഡൽ മേടിക്കാന്നുള്ളതാണ്. ഒരു ഫാൻറ്റസി ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. വെരി ഗുഡ് കാസ്റ്റിംഗ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. സൈഡിൽ ബ്രാൻഡിങ്സ് കാണാം, ഇവിടെ എക്സോസ്റ്റിൻ്റെ രണ്ട് ടിപ്സ് പുറത്തേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. അടിപൊളി വീലാണ് വരുന്നത്. പിന്നെ ബാക്കിൽ നല്ല ഡീറ്റെയിലും കാര്യമൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഡിഫ്യൂസറും എക്സോസ്റ്റ് ടിപ്പും കാര്യമായിട്ടൊക്കെ അടിപൊളി ഗ്രാഫിക്സ് ആണ്. എനിക്ക് പ്രത്യേകിച്ച് ഈ കളർ സ്കീമും ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ് ഈ കാണുന്നത്. സോ ഇനിയുള്ളത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കാറായിട്ടുള്ള മസ്റ്റാ 7X7B ആണ്. വർഷങ്ങളായിട്ട് എൻ്റെ ലൈക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടിയാണിത്. പക്ഷേ ഇതിൽ ചെറിയ ഡീറ്റെയിലിന് കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇവിടേക്ക് ഒരു ഗ്രീൻ വരേണ്ടതാണ്, ഇതിൽ ഫ്രണ്ടിൽ മാത്രമേ ഗ്രീൻ വരുന്നുള്ളൂ. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ റിയലി ഗുഡ് കാസ്റ്റിംഗ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ്. മാത്രമല്ല ഞാൻ കുറേ ആളായിട്ട് ആഗ്രഹിച്ച ഒരു വണ്ടിയും കൂടെയാണ് മേടിക്കണമെന്ന്. ഫ്രണ്ടിൽ നമുക്ക് ബാക്കിൽ രണ്ട് സെപ്പറേറ്റ് വീൽസാണ് വരുന്നത്. അത് ലൈക്ക് നമുക്ക് ചിലപ്പോൾ ഓടായിട്ട് ഫീൽ ചെയ്യാം, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ നമുക്ക് കിടിലം മസ്ഡയുടെ ഒരു ബ്രാൻഡിങ് കാണാം. ഇവിടെ നമുക്ക് ക്ലിയർ ആണ് വരുന്നത്. ഗ്ലാസ്സിൽ നമുക്ക് ആ വൈപ്പറിൻ്റെ ഇതും ഒക്കെ തന്നെ കാണാൻ പറ്റും. നല്ല ഡീറ്റെയിൽ ഉണ്ട് ഫ്രണ്ടിലാണെങ്കിലും. ബാക്കിൽ കാര്യമായിട്ട് ഡീറ്റെയിലിംഗ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് സൂക്ഷിച്ച് നോക്കി നമുക്ക് ചെറിയതായിട്ട് എഞ്ചിൻ്റെ ട്രാൻസ്മിഷൻ്റെ കുറച്ച് ഏരിയ ഒക്കെ കാണാനായിട്ട് പറ്റും. കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആണ് അടിയിൽ, നമുക്ക് ഇവിടെ ഡീറ്റെയിലോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ആൻഡ് പെയിൻറ്റ് സ്കീമൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. ഇതാണ് അവരുടെ ശരിക്കും ആ ഒരു ലെമൺ റേസിൽ വിൻ ചെയ്തിട്ടുള്ള വണ്ടിയുടെ ഒരു പെയിൻറ്റ് സ്കീം എന്ന് പറയുന്നത്. സോ യെസ്, അപ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ട്. പിന്നെയുള്ള നമ്മളെ ട്രാൻസ്ഫോമേഴ്സിൽ വരുന്ന ബംബിൾ ബി ആയിട്ട് വരുന്നത് നമ്മുടെ ബീറ്റിലാണ്. ഇത് ആക്ച്വലി ഞാൻ വേണ്ടെന്ന് വെച്ചാണ്. ഇത് ആക്ച്വലി 2-3 വട്ടം ഞാൻ ഇഗ്നോർ ചെയ്ത വണ്ടിയാണ്, പക്ഷേ പിന്നീട് ലൈക്ക് വീണ്ടും കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. ഇറ്റ്സ് റിയലി ക്യൂട്ട് വൺ. കാരണം എൻ്റെ ഇതുവരെ വേറെ ബീറ്റിലൊന്നും തന്നെ ഇല്ല. ഒരു വേറെ സ്കെയിലിൽ എൻ്റെ 1:43 സ്കെയിലിൽ എൻ്റെ ഓർമ്മ ഉണ്ടല്ല. എനിക്ക് ഈ ഒരു സ്കെയിൽ 64 സ്കെയിലിൽ എനിക്ക് വേറൊരു ബീറ്റിലൊന്നും തന്നെ ഇല്ല. ഫ്രണ്ടിൽ ഇവിടെ ഒരു ഗ്രില്ല് മിസ്സിങ് ആണ്, നമുക്ക് ഇവിടെ കാണാൻ. സ്റ്റിൽ ഇറ്റ്സ് റിയലി ഗുഡ്. ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട്. യെസ്, അതിൻ്റെ കളറും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഇതിലൊരു ഈസ്റ്റർ എഗ് എന്ന് പറയുന്നത്, അതായത് നമുക്കൊരു ഹിഡൻ ഫീൽ ഇതായിട്ട് വരും. നമുക്ക് ഇവിടെ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഒരു ഹെഡ് ഇവിടെ കാണാനായിട്ട് പറ്റും. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നമുക്ക് നമ്മുടെ ബംബിൾ ബീയുടെ ഒരു ഹെഡ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ആൻഡ് റിയലി ഗുഡ്. നല്ല കാസ്റ്റിംഗ് ആണ്, വെയിറ്റും ഉണ്ട് അത്യാവശ്യം. സോ ഇനിയിപ്പോൾ ഉള്ള ബാക്കി എൻ്റെ ലൈക്ക് ഇത് 2 അൾട്രാ ഹോട്ട് വെർഷനാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. സോ നമുക്കിവിടെ സെസ്റ്റ് എലമെൻറ്റ് വരുന്നുണ്ട്. ഇതും ഞാൻ ആദ്യം ഇഗ്നോർ ചെയ്തൊരു മോഡലാണ്, കാര്യം എനിക്കിതിൻ്റെ ബ്ലാക്ക് ആണ് വേണ്ടിയിരുന്നത്. പക്ഷേ വൈറ്റ് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉള്ളൊരു മോഡൽ. നമുക്കിവിടെ കാസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ അത്യാവശ്യം നല്ല തിക്നെസ് ഒക്കെ ഉണ്ട് ആ കാസ്റ്റിംഗ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു വെയിറ്റും ഉണ്ട്. എൻ്റെ കയ്യിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലുണ്ട് ഇതിന്. പിന്നെ അടിയിൽ നമുക്ക് ഡീറ്റെയിൽ നോക്കി നമുക്കിവിടെ എഞ്ചിനും അതിൻ്റെ ആ ഒരു കൂളർക്ക്, അതായത് എഞ്ചിൻ്റെ അടിയിൽ വരുന്ന നമ്മുടെ ഓയിൽ സമ്മിൻ്റെ അടുത്ത് കൂളറും കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. വീൽസ് ആക്ച്വലി കൊള്ളാം, ചെറിയ വീൽസാണ് വരുന്നത്. നമുക്ക് P1 കാണുന്നത് നമുക്ക് ഓടായിട്ടുള്ള വീലൊന്നുമല്ല. ബാക്കിൽ ചിലതിന് വലുതും ഫ്രണ്ടിൽ ചെറിയ വീലുമാണ് വരുന്നത്. ഇതിൽ പക്ഷേ അങ്ങനെയല്ല, സ്റ്റാൻഡേർഡ് സൈസാണ് വരുന്നത്. അത്യാവശ്യം ഡീറ്റെയിലും കാര്യമൊക്കെ നമുക്ക് ഫ്രണ്ടിൽ കാണാനായിട്ട് പറ്റും. ബാക്കിൽ നമുക്ക് വലിയ ഡീറ്റെയിൽ ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം കാണാം. നമുക്കിവിടെ എഞ്ചിൻ്റെ നമ്മുടെ ട്രാൻസ്മിഷൻ്റെ ഒരു എൻഡ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇറ്റ് ഈസ് ഗുഡ്. സോ നല്ലൊരു കാസ്റ്റിംഗ് ആണത്. പിന്നെ അടുത്ത് നമുക്ക് ഹമ്മർ EV ആണ്. ഹമ്മർ EV ആക്ച്വലി നല്ലതാണ്. നമുക്ക് ലൈക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആദ്യം, പക്ഷേ ഞാൻ ലൈക്ക് നമ്മുടെ കയ്യിലൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നല്ല രസമാണ്. കാര്യം നല്ല പെയിൻ്റാണ് ഇതിൻ്റെ. പെയിൻറ്റ് കളർ അടിപൊളിയാണ്, ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആണ്. അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണ്, പ്രത്യേകിച്ചൊന്നുമില്ല. യെസ് EV. പിന്നെ നമുക്കിവിടെ ബാക്കിൽ നോക്കിയാൽ നമുക്കിവിടെ ഡീറ്റെയിൽ, നമുക്കിവിടെ നമ്മുടെ ഒരു സ്കേറ്റ് ബോർഡ് കിടക്കുന്നതാണ്. അത് നല്ല ഡീറ്റെയിൽ ആണ് നമ്മുടെ ബേയിൽ. പിന്നെ ഇന്റീരിയർ നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഇന്റീരിയർ കാണാം. അത് നല്ലൊരു ഫീച്ചറാണ്. ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിലും കാര്യമൊക്കെ കാണുന്നുണ്ട്. നമുക്കിവിടെ ഷാക്കിൾസ് കാണാൻ പറ്റും. ബാക്കിലും അത് കണക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഹമ്മറിൻ്റെ ബ്രാൻഡിങ്ങും ലൈറ്റിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ നല്ല വെൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു മോഡലാണ്. സോ നിങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കളക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോഡലാണിത്.
പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ മസ്ഡ മിയാറ്റ MX-5 ആണ്. ഇത് പുതിയ മോഡലാണ്, നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മോഡലാണ്. സോ ഇതും നല്ലൊരു കാസ്റ്റിംഗ് ആണ്, എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഡീറ്റെയിൽ കുറവുണ്ട്, അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഫ്രണ്ട് വല്ലാണ്ട് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. പക്ഷെ നമുക്കിവിടെ ഗ്രാഫിക്സും കാര്യങ്ങളും പിന്നെ പെയിന്റ് സ്കീം ഈ പറയുന്ന സ്പോയിലറൊക്കെ തന്നെ അടിപൊളിയാണ്. നമുക്കിവിടെ ബാക്കിൽ നമുക്ക് നമ്മുടെ ഡിഫ്യൂസർ കാണാം, വീൽസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഇന്റീരിയർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, റോൾ കേജ് കാണാൻ പറ്റുന്നുണ്ട്. സോ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കിടിലം മോഡലാണ്. പക്ഷെ നമുക്കിവിടെ ഫ്രണ്ടിലുള്ള ഈ ഡീറ്റെയിൽസ് ഒക്കെയാണ് മിസ് ചെയ്യുന്നത്. നമുക്കിവിടെ ഇന്റർകൂളർ കാണാൻ പറ്റും കേട്ടോ ഫ്രണ്ടിലായിട്ട്. സോ ഇത് നല്ലൊരു കിടിലം മോഡലാണ്. സോ കളക്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഇത് കളക്ട് ചെയ്യാം. സോ ഇനിയാണ് നമ്മുടെ അൾട്രാ ഹോട്ടിൽ നമുക്ക് വന്നിരിക്കുന്ന ഈ പോർഷയുടെ 935 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് ആക്ച്വലി കിടിലം നല്ല രസമുണ്ട്. അതിലൊരു ബെയർ മെറ്റൽ സീരീസ് ആണ്. അതായത് നമുക്കിവിടെ മെറ്റലിൽ ജസ്റ്റ് ചെറിയ ഗ്രാഫിക്സും കാര്യം കൊടുത്തിട്ടുള്ളൂ, അല്ല പെയിന്റ് ആയിട്ട് കാര്യമായിട്ടൊന്നുമില്ല. അതിൽ നമുക്കൊരു പ്ലെയിൻ ഡിസൈൻസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഈ ചെറിയ ഡിസൈൻസ് നമുക്ക് കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല, പക്ഷേ ഭയങ്കര രസമാണ് സൈഡ് പ്രൊഫൈൽ കാണാനായിട്ട്. ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ആ ഒരു പ്രൊഫൈൽ കാണാനായിട്ട്. ഇന്റീരിയർ നമുക്ക് കാണാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്കിവിടെ ടോപ്പിൽ പോർഷയുടെ ബാറ്റിങ്ങും നമുക്ക് ആ ഒരു വിൻസ്ക്രീൻ വൈപ്പറും പിന്നെ ഈ കാണുന്ന 2 സൈഡ് വ്യൂ മിറേഴ്സ് ഒക്കെ തന്നെ വരുന്നുണ്ട്. വൈറ്റ് ബോഡിയാണ് വരുന്നത്. ടോപ്പിൽ നിന്നൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കാണാനായിട്ട്, സൈഡിൽ നിന്നൊക്കെ. സോ നമുക്ക് ഇവിടെ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ പോർഷയുടെ ബ്രാൻഡിങ്. സോ ഇത് ഓവറോൾ നല്ലൊരു വണ്ടിയാണ്. വീൽ സൈസ് 2 ഡിഫാണ്, ഫ്രണ്ടും ബാക്കുമായിട്ട്. പക്ഷേ അതിൽ വരുന്ന ആ ഒരു ഡിസൈനൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. അതുപോലെ നമ്മുടെ ആ ഒരു ഈ കാണുന്ന അൾട്രാ ഹോട്ടിൽ 2 വണ്ടിക്കും വരുന്നത് സെയിം വീൽസ് ആണ്. സോ ദാറ്റ് ഈസ് വൺ തിങ്. മാത്രമല്ല നല്ല ഹെവിയാണ്. നമുക്ക് ബോട്ടം പ്ലാസ്റ്റിക് ആണ് വരുന്നത്, പക്ഷെ ടോപ്പ് നല്ല ഹെവി ആയിട്ടുള്ള മെറ്റലാണ് വരുന്നത്. സോ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഫീലുണ്ട്. അൾട്രാ ഹോട്ടിൽ അടുത്തായിട്ട് വരുന്നത് നമുക്ക് ഈ കാണുന്ന ഡോഡ്ജിന്റെ 330 ഒരു മോഡലാണ്. 64 വർഷത്തിലുള്ള 1964 ഒരു മോഡലാണ്. ഭയങ്കര രസമാണ്. ഇതിന്റെ പെയിന്റ് സ്കീമൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ്. ബാക്കിലത്തെ വീല് കുറച്ച് അകത്തേക്ക് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ലോ പ്രൊഫൈൽ ലുക്ക് ഉണ്ട്. അതുപോലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്കൊരു ബോണറ്റ് ചെറുതായിട്ട് ലിഫ്റ്റ് ചെയ്യാം. അതിനകത്ത് നമുക്ക് എഞ്ചിനും കാണാനായിട്ട് പറ്റുന്നുണ്ടെന്നുള്ളത് നല്ലൊരു ഹൈലൈറ്റ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. യെസ്, അപ്പോൾ നമുക്ക് ഇവിടെ ഇതാണ് നമ്മുടെ പെയിന്റ് സ്കീമും ആ സൈഡിലെ ഫ്ലെയിമും കാര്യമൊക്കെ. അതല്ല ഇതിന്റെ ബോട്ടമും ടോപ്പും മെറ്റലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളതിൽ ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള ഒരു കാർ ഇതാണ്. അതല്ല നല്ല രസമാണ്. നമുക്ക് അടിയിൽ ഡീറ്റെയിൽ നോക്കി നമുക്ക് ഫ്രണ്ടിൽ എഞ്ചിനും ബാക്കിലത്തെ ഡിഫറൻഷ്യലും നമ്മുടെ എക്സോസ്റ്റ് പോകുന്നതെല്ലാം തന്നെ കാണാനായിട്ട് പറ്റും. ബാക്കിലത്തെ ഡീറ്റെയിൽ നോക്കി നമുക്ക് ടെയിലൈറ്റ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സംഭവമാണ്. അത് നമുക്കിവിടെ എൻ്റെ എംബ്ലം കാണാം. ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽ ഉണ്ട്. നമുക്ക് ഹെഡ്ലൈറ്റ് ഒക്കെ നമുക്ക് അടുത്ത് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. നമ്പർ പ്ലേറ്റിൻ്റെ ആ ഒരു ഹോൾഡർ കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഹുഡ് സ്കൂപ്പ്. സോ സൈഡിൽ നിന്ന് കാണാൻ ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ കളർ സ്കീം തന്നെയാണ് ഹൈലൈറ്റ്. കാരണം നന്നായിട്ട് പോപ്പ് ചെയ്യുന്നൊരു കളറാണ്. സോ ഇതാണ് എൻ്റെ ലാസ്റ്റ് വീക്കിൽ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള ഹോട്ട് വീൽസ് എന്ന് പറയുന്നത്. സോ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.